ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ദിവസം പ്രഖ്യാപിച്ചത് മെയ് 1 മുതൽ 31 വരെയാണ്. നിരന്തരമായിട്ട് വ്യക്തിപരമായിട്ട് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ദിവസവും ഒരുപാട് പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഈ ഒരു ICF കെയർ, നമ്മൾ ഒരുപാട് ICFിൻ്റെ ലേബലിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നതൊക്കെ, നമ്മുടെ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ആ ഒരു ലേബലിലാണ്. അപ്പം നമ്മൾ പലർക്കും വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മുടെ വിയർപ്പിൻ്റെ അംശം, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം, ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനേക്കാൾ ഉപരി നമ്മൾ ഇന്ന് മരണപ്പെട്ട നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾക്ക് ഖബറുകളിലേക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ പ്രധാനപ്പെട്ട വരുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളക്കരയിൽ അറിയാം. ഒന്ന് സാന്ത്വനം, ICF സാന്ത്വനം കെയറാണ് RCCയുടെ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഓക്സിജൻ പ്ലാന്റ്, അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നീട്ടി വെച്ചു കൊടുത്താൽ, നിങ്ങൾ കൈ വെച്ചുകൊള്ളൂ, ഞങ്ങൾ ICF കൈ നിങ്ങളെ വെപ്പിക്കാം. ഇനി നമ്മൾ കൈയൊന്ന് മടക്കി, ശ്രദ്ധിക്കുക, നമ്മൾ കൈയൊന്ന് മടക്കി നമ്മുടെ തലക്കീഴിലേക്കൊന്ന് വെക്കുന്നു, നമ്മുടെ തലയൊന്ന് താങ്ങി വെക്കാൻ വേണ്ടി അത്ര ചെയ്യുന്നു ചെറുതായിട്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട ICFിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളവർ, നേരത്തെ കൂട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ, ഇപ്പോൾ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് സാധിക്കും. ഇല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് അതിൻ്റെ അംഗത്വം എടുക്കാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ അവർക്ക് കൂടുതൽ ചേരാൻ. അപ്പോൾ നമ്മൾ ഒരു കെയർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി, നമ്മൾ ഒരുപാട് കെയറുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് സാന്ത്വന പരിപാടികൾ ചെയ്യുന്നുണ്ട്. നവോദയയുടെയും KMCCയുടെയൊക്കെ കെയറുകളുണ്ട്. അതിന് വർഷത്തിൽ KMCCക്ക് 100 റിയാലും നവോദയക്ക് 60 റിയാലുമാണ് അതിൻ്റെ കെയറിലേക്ക്. പക്ഷേ നമ്മൾ ICF എഴുതുന്നത് ഇന്ത്യൻ്റെ 500 രൂപ, ഇന്ത്യൻ മണി. ഇവിടുത്തെ മൂല്യം വെച്ച് ഏതാണ്ട് 20-22 റിയാലിന് അടുത്തുള്ള പൈസ മാത്രം വെച്ചുകൊണ്ട് ഒരു സാന്ത്വന പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. മെയ് 1 മുതൽ 31 വരെയാണ്. അതിൻ്റെ സൈറ്റുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ആകുന്നുണ്ട്. എങ്കിലും ഇൻഷാ അല്ലാഹ് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അത് ഓപ്പണായി കിട്ടും, ചെയ്യണം. എന്നിട്ട് നമ്മുടെ പേരും നമ്പരും എല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം ചെയ്തിട്ട് മെമ്പർഷിപ്പ് നമ്പരും ആർക്കെങ്കിലും കയറി ചെയ്യാനൊക്കത്തില്ല. ICFിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളവർ ആ മെമ്പർഷിപ്പ് നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരേ കാര്യങ്ങൾ ചോദിക്കും. അതങ്ങോട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുക്കണം. നമ്മുടെ പേര്, നമ്മുടെ വീട്ടുപേര്, നമ്മുടെ നോമിനി, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഉമ്മയാണെങ്കിൽ ഉമ്മ, എന്നിട്ട് നാട്ടിലെ ഒരു നമ്പർ ഒക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 500 രൂപ, ഇന്ത്യൻ്റെ 500 രൂപ അതിലേക്ക് നമ്മൾ എടുത്താൽ കൊടുത്ത് നമ്മൾ സാന്ത്വനം. അത് ചെയ്യേണ്ടത് ഇൻഷുറൻസ് എന്നുള്ള നിയ്യത്തിലല്ല ചെയ്യുന്ന. ഞാനായാലും നിങ്ങളായാലും ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ ചെയ്യരുത്. അതിൽ സദക്ക എന്നുള്ള രീതിയിൽ മാത്രം ആ ഫണ്ടിലേക്ക് ആ പൈസ നിക്ഷേപിക്കുക. ICIC ബാങ്കിൻ്റെ എന്തോന്നാണ് വരുന്നത് അല്ലേ? ഓ, അത് ഓപ്പണായി കിട്ടുന്നുണ്ട് ചില സമയങ്ങൾ, അതാണ് സൂചിപ്പിച്ചത്. അപ്പം ഇൻഷാ അല്ലാഹ് ആ 500 രൂപ സദക്കയുടെ അളവിലേക്ക് ചെയ്യാം. ഒരാളിന് 500 അല്ല 5000 വേണമെങ്കിലും ചെയ്യാം, അതിലേക്ക് സദക്ക ചെയ്യാം. പറയാൻ മനസ്സിലായോ? എത്ര വേണമെങ്കിലും സദക്കയായാലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അല്ലാഹു തആല അവർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സദക്ക മറ്റുള്ളവർക്ക് ഒരു ഹൈറായ ലൈഫ് വേണ്ടത്, അതിൻ്റെ പ്രതിഫലം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൈറ്റ് അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ മെമ്പർഷിപ്പ് നമ്പർ അടിക്കണം. ഞാൻ എല്ലാ യൂണിറ്റുകളിലും അതിൻ്റെ അറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ യൂണിറ്റുകളിലും അതിൻ്റെ ആളുകളുടെ മെമ്പർഷിപ്പ് നമ്പറും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതങ്ങോട്ട് ചെയ്തിട്ട് ആരും വിളിച്ച് ഇന്നത് ചെയ്തതാന്ന് ചോദിക്കേണ്ട, നമ്മളങ്ങോട്ട് ഓപ്പൺ ആക്കാം. നിങ്ങൾക്ക് സംശയമുണ്ട് ഏത് കാര്യവും എന്നെ അമേരിക്കയെ വിളിച്ച് ബന്ധപ്പെടാം. സാധ്യത ഉണ്ടായ സാധ്യത ഇപ്പം നാട്ടിലാണ്. അമേരിക്ക എന്നെ ഏത് സമയത്ത് വിളിച്ചാലും ഒരു സമയത്ത് ആ സമയത്ത് ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വിളി വന്നിരിക്കും. വന്നിട്ട് നിങ്ങളുടെ സംശയം തീർത്തു തരാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിലേക്ക് അംഗമാകണം, ചേരണം. 500 രൂപയാണ്, ഒരു കെയറാണ്, ഒരു സാന്ത്വനം. അതിൻ്റെ ഫലം കിട്ടുന്നത് നമുക്ക് അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു സർജറി പെട്ടെന്ന് നാട്ടിലേക്ക് പോയി ഒരു ഓപ്പറേഷൻ്റെ ഒരു ആവശ്യം വന്നു, ഹാർട്ടിൻ്റെ പ്രശ്നം വന്നു, വാൾവിൻ്റെ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, 3 ലക്ഷം രൂപ വരെ നമുക്കൊരു സാന്ത്വന സഹായമായിട്ട്, ചികിത്സാ സഹായമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തരും 3 ലക്ഷം രൂപ വരെ. മനസ്സിലായോ? ഒരു ബുദ്ധിമുട്ടിന്, പ്രയാസത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. മരണപ്പെട്ടാൽ ഈ 500 രൂപ കൊടുത്ത് അതിലേക്ക് അംഗമായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അതിൻ്റെ കുടുംബത്തിന് ഒരു ആശ്വാസ ധനസഹായം എന്ന നിലയിൽ ഒരു 5 ലക്ഷം രൂപ ചെയ്യുന്നുണ്ട്. കുടുംബത്തിലേക്ക് മരിച്ചാൽ നമുക്കല്ല പിന്നെ കിട്ടുന്നു, ആ കുടുംബത്തിലേക്ക് ഒരു 5 ലക്ഷം രൂപ ധനസഹായം കിട്ടും. അതിനുവേണ്ടിയാണ് ഇതിലേക്ക് അംഗമാകാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിൽ അംഗമായ പലരും ഉണ്ട് ഇവിടെ. എല്ലാവരും ആരും ഉപേക്ഷിക്കരുതോ, എന്തെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും ആട്ടെ എന്നുള്ള രീതിയല്ല. അതിൻ്റെ സൈറ്റ് ഞാൻ നിങ്ങൾക്കൊക്കെ വിട്ടു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട്
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ സൈറ്റ് വിട്ടതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ വരും. ആദ്യം ചോദിക്കുന്ന മെമ്പർഷിപ്പ് നമ്പറാണ്. ആ മെമ്പർഷിപ്പ് നമ്പർ അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അങ്ങോട്ട് ചോദിക്കും. താഴെ നമ്മൾ എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് 500 രൂപ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്കാൻ, അതിൻ്റെ QR കോഡും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 500 രൂപ, ഇന്ത്യൻ്റെ 500 രൂപ, ഇവിടുത്തെ 500 റിയാലല്ല, ഇന്ത്യൻ്റെ 500 രൂപ നമ്മളങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വിട്ടുതരണം. എനിക്കും അമീർക്കൊക്കെ വിട്ടുതരണം. കാരണം അതിൽ വേറെ ആഡിങ് ചെയ്തെങ്കിലേ സക്സസ് ആകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അതെല്ലാവർക്കും കയറി കൈ കടത്തി ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പം നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് അറിയിക്കുക. ഞങ്ങൾ ചെയ്ത് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും അതിന് കഴിയണം. എല്ലാവരും ചെയ്യണം, ആരും ഉപേക്ഷിക്കരുത്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആരും ഉപേക്ഷ വിചാരിക്കരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പദ്ധതികളും വിജയിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇതിൽ എല്ലാവരും പങ്കാളികളാകുക. മെമ്പർഷിപ്പ് എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇല്ലാത്തവരുണ്ടെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നും പറഞ്ഞ് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അവർക്ക് ഇതിലിപ്പോൾ ചേരാൻ പറ്റിയില്ലെങ്കിൽ ഈ 6 മാസം, ഈ വർഷം അങ്ങോട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നടക്കും, ഇല്ലെങ്കിൽ ഈ അടുത്ത മാസം ചിലപ്പോൾ ഒരു പക്ഷേ നടക്കും, ഇല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞിട്ട് അതിലേക്ക് അംഗമാകാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അതിന് മെമ്പർഷിപ്പ് ഇല്ലാതിരിക്കാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ പറ്റുകയുള്ളൂ. അത് ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖാണ്. മനസ്സിലായല്ലോ എല്ലാവർക്കും കാര്യങ്ങൾ?